മധുര ഗാനങ്ങൾ കൊണ്ട് പ്രേക്ഷക മനം കവർന്ന നമ്മുടെ ആര്യക്കുട്ടൻ എത്തുകയാണ്. വെൽക്കം ആര്യ ഓൺ സ്റ്റേജ്. ആര്യക്കുട്ടാ, എന്തോ ഹെൽത്ത് ഒക്കെ എങ്ങനെയുണ്ട്? ഓക്കെ. തൊണ്ടയൊക്കെ ഓക്കെ അല്ലേ? ആ. ജലദോഷം ഒന്നുമില്ലല്ലോ? ഇല്ല. പനിയില്ലല്ലോ? ഇല്ല. ഡ്രൈനസ് ഇല്ലല്ലോ? ഒന്നുമില്ല. അപ്പൊ ഇത് നന്നായിട്ട് പാടാൻ പറ്റുമല്ലോ? കഴിഞ്ഞ തവണ പറഞ്ഞൊക്കെ അത് അങ്ങനെ തന്നെ പോണോ, അതോ ഇങ്ങനെ പ്രാക്ടീസ് അങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നോ, അതോ കുറച്ചോ? കുറച്ചിട്ട് പിന്നെ ചെറുതായിട്ട് കുറച്ചാ പോരാ. ഒരു ദിവസം 2 മണിക്കൂറൊക്കെ പ്രാക്ടീസ് ചെയ്താൽ മതി. ഒരു ജ്ഞാനസ്ഥനാണ് മോൻ, അതുകൊണ്ട് അതിന്റെ ആവശ്യമേ ഉള്ളൂ കേട്ടോ. ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് തൊണ്ടയിൽ നോഡ്യൂൾസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രയാസം മോനെ. ഓക്കെ, എന്തായാലും ഇന്നത്തെ പാട്ട് കേൾക്കുമ്പോൾ അങ്കിളിന് മനസ്സിലാവും. പേടിക്കണ്ട, ധൈര്യമായിട്ട് അങ്ങ് പാടിക്കോ. ഏത് പാട്ടാ പാടുന്നേ? മലയാള ഭാഷതൻ. മലയാള ഭാഷതൻ അല്ല, എന്താ പറഞ്ഞേ? മലയാള ഭാഷ. അപ്പൊ നന്നായിട്ട് പാടാൻ ശ്രമിക്കുക. ഓക്കെ, ഗോഡ് ബ്ലെസ് യു, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. മലയാള ഭാഷതൻ മാദക ഭംഗി നിൻ മലർമന്ദഹാസമായി വിരിയുന്നു. കിളികൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലി നിൻ കുളിയിലക്കരമുണ്ടിൽ തെളിയുന്നു. മലയാള ഭാഷതൻ മാദക ഭംഗി നിൻ മലർമന്ദഹാസമായി വിരിയുന്നു. കിളികൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലി നിൻ കുളിയിലക്കരമുണ്ടിൽ തെളിയുന്നു. കളമൊഴി നീ പൊട്ടിച്ചിരിക്കുന്ന നേരത്ത് കൈകൊട്ടി കളിത്താളം മുഴങ്ങുന്നു. കളമൊഴി നീ പൊട്ടിച്ചിരിക്കുന്ന നേരത്ത് കൈകൊട്ടി കളിത്താളം മുഴങ്ങുന്നു. പരിഭവം പറഞ്ഞു നീ പിണങ്ങുമ്പോൾ കുരുവിതൻ കളുങ്കണിയൊച്ച ഞാൻ കേൾക്കുന്നു. മലയാള ഭാഷതൻ മാദക ഭംഗി നിൻ മലർമന്ദഹാസമായി വിരിയുന്നു. കിളികൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലി നിൻ കുളിയിലക്കരമുണ്ടിൽ തെളിയുന്നു. മയിൽപ്പീലി കണ്ണുകളിൽ മാറന്റെ ശരങ്ങളിൽ മാനത്തിൻ മായാനിറം മലരുന്നു. മയിൽപ്പീലി കണ്ണുകളിൽ മാറന്റെ ശരങ്ങളിൽ മാനത്തിൻ മായാനിറം മലരുന്നു. അരയെന്ന പിടപോൽ നീ ഒഴുകുമ്പോൾ അഷ്ടപതി മധുരവർണ്ണന നെഞ്ചിൽ നിറയുന്നു. മലയാള ഭാഷതൻ മാദക ഭംഗി നിൻ മലർമന്ദഹാസമായി വിരിയുന്നു. കിളികൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലി നിൻ കുളിയിലക്കരമുണ്ടിൽ തെളിയുന്നു. മോനെ, എന്തോ എങ്ങനെ പാടിയെന്ന് തോന്നുന്നു? മോൻ തന്നെ ഒന്ന് അനലൈസ് ചെയ്യും. കുഴപ്പമില്ല. കുഴപ്പമില്ല, അത് സത്യമാണ്. ആ. അടിപൊളിയായിട്ട് പാടിയോ? ആ. പാടിയോ? കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് പാടാൻ സാധിച്ചു. അതായത്
മോൻ ഉദ്ദേശിച്ച രീതിയിൽ അതേപോലെ തന്നെ എല്ലാ സംഗതികളും പെർഫെക്റ്റ് ആയിട്ട് പാടാൻ സാധിച്ചിട്ടുണ്ടോ? അങ്ങനെ ഇത് കുറച്ചൊക്കെ പോയിട്ടുണ്ട്, കുറച്ച് അല്ലാതെ പോയിട്ടുണ്ട്. കുഴപ്പമില്ല. അപ്പം നിനക്കറിയാം. അതാണ് ഒരു കലാകാരന് ഏറ്റവും കൂടുതൽ വേണ്ട കാര്യം. ആ. അതായത് നമ്മൾ എന്തെങ്കിലും പാടി തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ സ്വയം തിരുത്തുക. അല്ലാതെ ഒരു മ്യൂസിക് ഡയറക്ടർ പറയാണ് അത് അവിടെ പോയി കേട്ടോ, ശ്രുതി കയറുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഏത് ശ്രുതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോയി. ആ ശരിയാണ് സാർ ഇവിടെ അല്ലേ എന്ന് ചോദിച്ചു കഴിയുമ്പം ആ മ്യൂസിക് ഡയറക്ടറിനൊരു മതിപ്പ് തോന്നും. ശരിയാണ്, ഇവന് പാടാൻ അറിയാവുന്ന ഒരാളാണ്. അപ്പം മോൻ പറഞ്ഞ അതിനൊരു ഉത്തമ ഉദാഹരണമാണ്. ആ. വെരി ഗുഡ്. അതുപോലെ അഷ്ടപതി മധുരം ലാസ്റ്റിൽ ചരണത്തിന്റെ നിറയുന്നു എന്ന് പാടില്ല, ആ സംഗതി പെർഫെക്റ്റ്, അതെ അതെ, മനസ്സ് നിറഞ്ഞ ഞങ്ങളുടെ എല്ലാവരുടെയും. അപ്പൊ അത്രയ്ക്ക് പാടാൻ കഴിവുള്ള ഒരു കുട്ടിയാണ് ആ. അല്ലേ? അപ്പൊ അങ്ങനെ വന്നപ്പോ ഈ കളമൊഴി നീ പൊട്ടിച്ചിരിക്കുന്ന നേരത്ത് ആ അനുപല്ലവിയുടെ ഫസ്റ്റ് 2 ലൈൻസ് ആദ്യം മനോഹരമായിരുന്നു, രണ്ടാമത് ഒന്ന് ആടി ഷാറ്റർ ചെയ്തു. ആ. അതുപോലെ തന്നെയാണ് ചരണത്തിന്റെ ആദ്യത്തെ തുടക്കത്തിലുള്ള 2 വരിയും നന്നായിട്ട് പാടി. അതിനുശേഷമുള്ള അതേ സെയിം റിപ്പീറ്റേഷൻ പ്രശ്നം വന്നു. ആ. അങ്ങനെയൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ചൊരു ചാഞ്ചാട്ടം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടായി. ആ. അതാണ് ഇതിനകത്ത് രത്നച്ചുരുക്കമായിട്ട് പറയാനുള്ളത്. ആ. പാട്ട് മനോഹരമായിട്ട് തന്നെയാണ് പാടിയിരിക്കുന്നത്. താങ്ക് യു സർ. പക്ഷേ നേരത്തെ ഒന്നും ഇല്ലാത്ത ഒരു വലിക്കുന്ന സൗണ്ട് എൻ്റെ ഹെഡ്ഫോണിൽ കേൾക്കുന്നുണ്ട്. അതായത് ഇപ്പം ആ. മലയാള ഭാഷതൻ അതുണ്ടല്ലേ ആ. മലയാള ഭാഷതൻ മാദക ഭംഗി നിൻ മലർമന്ദഹാസമായി വിരിയുന്നു. അങ്ങനെ പറയുമ്പോൾ ഇതിനിടയ്ക്ക് സൗണ്ട് വരില്ല. മോനെ കുറച്ച് മെക്കാനിക്കൽ ആവുന്നുണ്ട് കേട്ടോ. കുറച്ചുകൂടെ ആ. ഒരു ഭാവം ഉൾക്കൊണ്ട് പാടാൻ ശ്രമിക്കണേ. ആ. ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ആര്യക്കുട്ടാ എന്തോ? നന്നായിരുന്നു കേട്ടോ, താങ്ക് യു സർ. എനിക്കിഷ്ടായി. പക്ഷേ ശബ്ദം ഒത്തിരി അടഞ്ഞിട്ടുണ്ട്. ആന്ന്. ആന്ന് തോന്നുന്നല്ല, വോയിസ് സ്ട്രെയിൻ ആയിട്ടുണ്ട് മോൻ്റെ. ആ. അത് ചില സ്ഥലങ്ങളിലൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ആ. ഇപ്പോൾ ശ്രീകുട്ടൻ ചേട്ടൻ പറഞ്ഞു മോൻ ഓവറായിട്ട് പ്രാക്ടീസ് ചെയ്യാറുണ്ടെന്ന്. ആ. അത് വളരെയധികം കൺട്രോൾ ചെയ്യണം ഉം. കേട്ടോ. ആ. നമ്മൾക്ക് ശബ്ദം എന്നും വേണമല്ലോ, ആ വേണം. ലൈഫ് ലോങ് വേണ്ടേ. ആ. അപ്പോൾ നമ്മൾ ഓവറായിട്ട് തന്നെ അതിനെ ആ വോക്കൽ കോഡിനെ കൂടുതൽ നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കരുത്, ഓവറായിട്ട് വർക്ക് ചെയ്യിപ്പിക്കരുത്, ആവശ്യത്തിന് മാത്രം. അത് കഴിഞ്ഞ് പിന്നെ റെസ്റ്റ് കൊടുക്കണം. മനസ്സിലായോ? ആ മനസ്സിലായി. ഇപ്പം അങ്ങനെ ചെയ്യാറുണ്ടോ? ആ ചെയ്യാറുണ്ട്. എങ്ങനെ? ഒരു അരമണിക്കൂർ 1 മണിക്കൂർ പാടിയിട്ട് പിന്നെ കുറച്ചു നേരം കിടന്ന് ഉറങ്ങും. 15 മിനിറ്റ് ഉറങ്ങിയിട്ട് പിന്നെ 2 മണിക്കൂർ അല്ലേ? അങ്ങനെയാണോ? ആ. ആ. ഇല്ല 2 മണിക്കൊന്നും അല്ല, കുറച്ചു നേരം ഉറങ്ങിയിട്ട് പിന്നെ എണീക്കും. ആ, ഇങ്ങനെ വോയിസ് സ്ട്രെയിൻ ഉണ്ടെങ്കിൽ ഒരു 2 days എങ്കിലും വോയിസ് റെസ്റ്റ് കൊടുക്കണം. ആ. പാട്ടൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാര്യങ്ങളൊക്കെ ശ്രീകുട്ടനങ്ങൾ പറഞ്ഞു തന്നു. കുറച്ചും കൂടി എക്സ്പ്രഷൻ വരണം അതിൻ്റെ. ഇത് ജയൻ അങ്കിൾ എല്ലാ പ്രോഗ്രാമിലും പാടുന്ന പാട്ടാണ് അദ്ദേഹത്തിൻ്റെ. അദ്ദേഹം പാടിയ പാട്ടുകൾ വെച്ച് എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ടും കൂടിയായത് കേട്ടോ. നല്ല പാട്ട്. അതെ 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 അതെ. അപ്പോൾ എന്തായാലും ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം മോൻ. ആ ശ്രദ്ധിക്കും. ഓക്കെ, ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ആര്യക്കുട്ടാ, എന്തോ? മധുചേട്ടൻ പറഞ്ഞു തന്നെയാണ് എനിക്കും പറയാനുള്ളത്. മോൻ യൂഷ്വലി വന്ന് പാടുന്ന സമയത്ത് ആഹാ അങ്ങനെയാണ് തോന്നാറ്. ഓരോ വരി കഴിയുമ്പോഴും നമുക്ക് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് പാടുന്നത് നമ്മൾ വിചാരിക്കാറുണ്ട്. പക്ഷെ ഇന്ന് എന്തോ മിസ്സിങ് ആണല്ലോ എന്ന് എനിക്ക് ഇങ്ങനെ സ്റ്റാർട്ടിങ് മുതലേ ഇങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് മനസ്സിലായത് സ്ട്രെയിൻ ഉണ്ട്. മോൻ ആദ്യം നമ്മൾ ചോദിച്ചപ്പോൾ സ്ട്രെയിൻ ഇല്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും നമുക്ക് കേട്ടാൽ മനസ്സിലാവുന്നുണ്ട് സ്ട്രെയിൻ ശരിക്കും ഉണ്ട്. അപ്പോൾ അത് സീരിയസ് ആയി എടുക്കണം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ജഡ്ജസ്, MG സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രത്യേകം ഇത്രയും ഒരുപാട് വോയിസ് അബ്യൂസ് ചെയ്യരുതെന്ന് കേട്ടോ. അപ്പം പ്രാക്ടീസ് കുറയ്ക്കുക. മധുചേട്ടൻ പറഞ്ഞ മാതിരി 2 ദിവസം കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കുക കേട്ടോ, അല്ലെങ്കിൽ അത് കൂടുതൽ പ്രോബ്ലംസിലേക്ക് പോവും. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് മോനെ കേട്ടോ. അത്ര അസാധ്യമായിട്ട് പാടുന്ന ആളായതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കൺസേൺ ഉണ്ട് മോൻ്റെ കാര്യത്തിൽ കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കണേ. ഓക്കെ, കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കുക, വെള്ളം കുടിക്കുക, ഒന്നും ഇടണ്ട. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ആര്യക്കുട്ട, എന്തോ? വി ആർ ഗിവിംഗ് യു 98 out of 100. ആദ്യ ഒരു ആര്യപ്പുകുട്ടി. ആര്യക്ക് നേരത്തെ എല്ലാം 100/100 കിട്ടിക്കൊണ്ടിരുന്നതാണ്. അതിന്റെ കാര്യം മനസ്സിലായില്ല ഇപ്പോഴും. അപ്പൊ അതനുസരിച്ച് നമ്മുടെ മൈൻഡ് സെറ്റ് മുമ്പോട്ട് കൊണ്ടുപോവുക. നമ്മുടെ മൈൻഡാണ് എപ്പോഴും. അതായത് എനിക്ക് ഈ ടോപ്പ് സിംഗറിൽ 1ാം സ്ഥാനം കിട്ടണം അങ്ങനെ ചിന്തിക്കുകയേ ചെയ്യരുത്. നന്നായിട്ട് കുറച്ച് പാട്ടുകൾ എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മുടെ സ്വന്തം ആൾക്കാരാണ്.
ഈ ലോകം മുഴുവനുള്ള മലയാളികൾ മാത്രമല്ല ഇതര ഭാഷക്കാരും ആർക്ക് വേണ്ടി കുറച്ച് പാട്ടുകൾ എനിക്ക് പ്രസൻറ്റ് ചെയ്യണം. ഈ പാട്ടുകളൊക്കെ ഡിജിറ്റലി എന്നും യൂട്യൂബിൽ കാണും. ഞാൻ വളർന്നു വലുതാകുമ്പോഴത്തേ ഇതേ ഞാൻ പാടിയ പാട്ട് കേക്കടാ എന്ന് പറഞ്ഞ് കേൾപ്പിക്കണം. ഇത് മാത്രം മതി മോൻ്റെ ചിന്ത. നെവർ തിങ്ക് ഫോർ ദ ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ്, തേർഡ് പ്രൈസ് ഓർ ഫ്ലാറ്റ് ഓർ എനിത്തിങ്. ഇതായിരിക്കണം ചിന്ത. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. സ്നേഹ നൈർമല്യ ഭാവവുമായി കുഞ്ഞു പാട്ടിന്റെ കൂട്ടിൽ നിന്നും എത്തുന്നു നിവേദ്യ കുട്ടി. വെൽക്കം നിവേദ്യ ഓൺ സ്റ്റേജ്. ഹലോ. ഹലോ. ഹായ്. ഡയറക്ഷൻ നിവേദ്യ. മൊത്തത്തിൽ തിളങ്ങുന്നുണ്ടല്ലോ അതെ അതെ, അല്ലേ? നല്ല തിളക്കം. താങ്ക് യു. പഴയ ഒരു പാട്ടാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അതാണ് പൂ വെച്ചത്. മഞ്ഞ കോമ്പിനേഷൻ. മഞ്ഞ കോമ്പിനേഷൻ. ഇത് മഞ്ഞയാ? അത് ഗോൾഡൻ അല്ലേ? ഗോൾഡൻ അല്ലേ? ഡയറക്ടർ പോലും ഉള്ളൊരു ഡയറക്ടർ ഓർണമെന്റ്സിന്റെ വെച്ചാ ഞാൻ പറഞ്ഞത്. ഓ, അങ്ങനെ. ഓ, ഓക്കെ, ഓക്കെ. നിങ്ങൾ മുഴുവൻ കേൾക്കാതെ ഡയറക്ടറിനെ ഒന്നും കുറ്റം പറയരുത്. പക്ഷെ ഇങ്ങനെ കാണിച്ചു ഡയറക്ടർ മഞ്ഞ കോമ്പിനേഷൻ. അതുകൊണ്ടാണ് ഞങ്ങൾ തെറ്റിദ്ധരിച്ചത്. പ്രശസ്ത നടിയാണ് പറയുന്നത് കേട്ടോ. അത് ഓർക്കണം. പ്രശസ്ത ഗായകൻ ഫ്രണ്ടിൽ. അതെ. എന്തായാലും ഏത് പാട്ടാണ് ഇന്ന് ഞാൻ പെർഫോമൻസ് റൗണ്ടില് പപ്പു എന്ന മൂവിയില് ബിച്ചു തിരുമല സാറിന്റെ വരികൾക്ക് KJ ജോയ് സാറിന്റെ മ്യൂസിക്, വാണിയമ്മ പാടിയ പൂപ്പൂ ഉതാപ്പു. ഭൂമിയെങ്ങും. ജോയ് സാറ് ഞാനുമായിട്ടൊക്കെ വളരെ അടുപ്പമുള്ള, എൻ്റെ ചേട്ടനുമായിട്ടൊക്കെ വളരെ അടുപ്പ് വരുന്നു. അവരുടെ ഫാമിലിയായിട്ട് ഞങ്ങൾ വളരെ ക്ലോസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു മദ്രാസിൽ തുടക്കകാലത്ത് ഈ കീബോർഡ് കൊണ്ടുവന്നത് KJ ജോയ് സാറാണ്. ജോയ് സാറിൻ്റെ വീട്ടിൽ ഞാൻ പോയപ്പോൾ ഏകദേശം ഒരു 10-40 കീബോർഡുണ്ട്. ഞാനന്ന് അവിടെ പോയി റെൻറ്റിന് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഇവിടെ ട്രിവാൻഡ്രത്തും ഉണ്ടായിരുന്നു. ഒറ്റ കീബോർഡ് വെച്ചിട്ട് ഗാനമേളയ്ക്ക് പോയിക്കൊണ്ടിരുന്നു അന്ന്. അത് നമ്മുടെ OV റാഫേൽ എന്ന് പറഞ്ഞ നമ്മുടെ റോണി മ്യൂസിക് ഡയറക്ടർ റോണി റാഫേലിൻ്റെ അച്ഛനാണ്. OVR എന്ന് പറയും. അദ്ദേഹത്തിന് ഒരു കീബോർഡുണ്ട്. ആ കീബോർഡ് മാത്രമേ ഉള്ളൂ. ഗാനമേളയ്ക്ക് പാളയത്ത് വരും, അടുത്ത ബാച്ച് എടുക്കും, കൊണ്ടുപോകും. തിരിച്ച് ഗാനമേള കഴിഞ്ഞ് വെളുപ്പാങ്കാലത്ത് വീണ്ടും വരും, അടുത്ത ബാച്ച് എടുക്കും, പോവും. അപ്പോൾ ഞാൻ അദ്ദേഹം ജോയ് കീബോർഡായിരുന്നു, പിന്നെ ജോസ് കീബോർഡ്, അതുപോലെ ഒരുപാട് പേരുണ്ടായിരുന്നു കീബോർഡിന് വായിക്കാൻ വേണ്ടി. സുനിയൊക്കെ ഇപ്പോൾ അമേരിക്കയല്ലേ. അപ്പോൾ അവരെല്ലാം തുടങ്ങിയത് ഈ ഒരു ചെറിയൊരു ഇത്രയുള്ളൊരു കീബോർഡാണ്. അതിനന്ന് 100 രൂപ വാടക. അപ്പോൾ ഈ വണ്ടി വരാൻ കാത്തിരിക്കുക അടുത്ത് നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇദ്ദേഹം മദ്രാസിൽ KJ ജോയ് സാർ ഇതുപോലെ ഇങ്ങനെ ഇതിൻ്റെ റെൻറ്റിന് കൊടുക്കുന്ന ഇതുണ്ടായിരുന്നു കീബോർഡ്. അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടാണിത്, പൂപ്പൂ ഊതാപ്പൂ. ഇപ്പം എനിക്ക് ഓർമ്മ വന്നു. അപ്പോൾ എന്തായാലും ഇത് നല്ല കലക്കം പാട്ടാണ്. ഡാൻസസ് ഉണ്ടോ? ആ, പിന്നെ എന്ത് വേണം? തുടങ്ങാം മോളെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വീശും
സൂപ്പർ സൂപ്പർ. സാർ. മക്കളെ ഡയറക്ടറെ അടിച്ച് പൊട്ടിച്ചു കേട്ടാ. താങ്ക് യു. ഇനി നമുക്ക് എന്താ അടിച്ച് കലക്കി എന്ന് പറയുന്നതിനെക്കാട്ടി ഈ കലക്കുന്ന ഇങ്ങനല്ലേ മീനുട്ടി, ആ അതെ അതെ. അടിച്ച് പൊട്ടിച്ചെന്ന് പറയുന്നത്. ഓ ആ പാട്ടെടുത്ത് വെച്ചങ്ങ് കലക്കി. താങ്ക് യു സാർ. കാരണം ഞാൻ ഇങ്ങനെ ജോയിയേട്ടനെ ഇങ്ങനെ മനസ്സിൽ കാണുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ആക്ഷൻസ് ഒക്കെ ഉണ്ട് ഇതൊക്കെ വായിക്കുമ്പോൾ. അദ്ദേഹം കണ്ടക്ട് ചെയ്തുകൊണ്ടാണ് ഈ പാട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ അദ്ദേഹം കണ്ടക്ട് ചെയ്യുന്നതിനോടൊപ്പം അദ്ദേഹത്തെ മറ്റേ നെഞ്ചാർമോണിയം കിടക്കും. നെഞ്ചാർമോണിയം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അക്കോർഡിയൻ. ഇല്ല, അക്കോർഡിയൻ ഞാൻ വിളിക്കുന്ന പേരാ. നെഞ്ചാർമോണിയം. ആ നെഞ്ചാർമോണിയം ഇവിടെ കിടക്കും. അത് വായിക്കേണ്ട സമയത്ത് അവിടെ ഒരു മൈക്ക് കാണും, അവിടെ പോയി വായിക്കും, പിന്നെ വന്ന് കണ്ടക്ട് ചെയ്യും. പിന്നെ ഈ ആദ്യം ഒരു ഇത് കേട്ടില്ലേ, നമ്മുടെ ഫൈസിൽ വെച്ചപ്പോഴത്തെ ഒരു സാധനം കേട്ടില്ലേ? പണ്ടത്തെ കീബോർഡിലൊരു ക്യൂബ് പോലെ ഒരു സാധനമുണ്ട്, കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ആ കീബോർഡിന്റെ മേളിൽ അതിലിങ്ങനെ തൊട്ടിട്ട് ഇങ്ങനെ മേലോട്ട് ആയി കഴിഞ്ഞാൽ ഇങ്ങനെ പോകും. അതൊരു സാധനമായിരുന്നു. അപ്പൊ അന്ന് ഇറങ്ങിയ ഒരു പാട്ടാണെന്ന് തോന്നുന്നു അത് വന്ന സമയത്ത്. എന്തായാലും മോള് വെച്ച് എന്താ പറയാ അടിച്ചു പൊട്ടിച്ച്. താങ്ക് യു സാർ. പക്ഷെ ഒരു കാര്യം കേട്ടോ, ഈ ഭൂമിയല്ല ഭൂമിയാണ് കേട്ടോ. അതെ. പാടി വന്നേ. പൂ പൂതാ പൂ പൂ പൂവുതാ പൂ കായാമ്പൂ താഴമ്പൂ ഭൂമിയെങ്ങും മലർപ്പൂരം. ഇത് ഫ എന്ന് പറയുന്ന പോലെ ആയിപ്പോയി. ഭൂമിയെങ്ങും ഭൂമിയും ഭൂമിയെങ്ങും മോളെ ഈ ഭൂമി ഇങ്ങനെ ഭൂമിയെങ്ങും പൂവല്ല ഭൂമിയെങ്ങും മലർപ്പൂരം നീളം. അത്രയും മതി. ബാക്കിയെല്ലാം വളരെ മനോഹരമായിരുന്നു. നല്ല പവർഫുൾ ആയിട്ട് പാടി. ഡാൻസേഴ്സ് പിന്നെ നമ്മുടെ ഗ്രൂപ്പ് അവരെല്ലാം ആത്മാർത്ഥമായിട്ട് കൂടെ നിന്ന് ഇത്രയും നേരം ഞാൻ ആസ്വദിച്ചു. വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു. ഡയറക്ടർ സാർ എന്തോ അടിപൊളി, Thank you, ഉഗ്രനായിട്ട് sir. പാടി കേട്ടാ. എനിക്ക് തോന്നുന്നു പാട്ടുകാരിയായി മതി കേട്ടോ, പാട്ടുകാരിയായാൽ മതി, ഡയറക്ടറൊന്നും ആവാൻ നിൽക്കണ്ട. പിന്നെ ഒരു കാര്യമുണ്ട്, ഡയറക്ടറായി കഴിഞ്ഞാൽ ഡയറക്ട് ചെയ്യുന്ന സിനിമകളിലെല്ലാം പാട്ട് പാടാം അല്ലേ? ഞങ്ങളോട് വിളിക്കണേ അല്ലേ ശ്രീകുണ ചേട്ടാ? എന്നെയും പിന്നെ അതെ. അല്ല ഞാനാ മ്യൂസിക് ഡയറക്ടർ. അല്ല ഡയറക്ടർ ആയിക്കോ, fix ചെയ്തു. ഞങ്ങൾക്ക് നല്ലതാ. ഞങ്ങള് നേരത്തെ ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ ആണല്ലേ? ഓ അത് ശരി. അവര് രണ്ടുപേരുണ്ട്, ഒരാളും കൂടെ ഉണ്ട്. രണ്ടുപേരും കൂടെ ചേർന്ന ഡയറക്ടർ. ഓ അത് ശരി. പാട്ട് ഒന്നും പറയാനില്ല കേട്ടോ, നന്നായിരുന്നു. താങ്ക് യു. ഞാൻ പണ്ട് മുതലേ കുട്ടിക്കാലത്ത് ഈ റേഡിയോയിൽ എപ്പോഴും ഈ പാട്ട് വരും. അങ്ങനെയാണ് എനിക്ക് കൂടുതൽ ഈ പാട്ടുമായിട്ട് പരിചയം. അപ്പം എന്തായാലും വളരെ സന്തോഷം കുറേ നാളുകൾക്ക് ശേഷം ഈ പാട്ട് ഇവിടെ കേൾക്കാൻ സാധിച്ചതിൽ കേട്ടോ. അതിന് പ്രത്യേകം നന്ദി. ഓൾ ദി ബെസ്റ്റ്, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സാർ. മോളു തകർത്തു കേട്ടോ. താങ്ക് എം യു ജി സാറിന്റെ ഭാഷയിൽ സ്പ്രിഞ്ചി സൂപ്പറായിരുന്നു. നല്ല എന്താ പറയാ, ഒരു പെപ്പി അങ്ങനത്തെ ഒരു താളമുള്ളൊരു മീൻസ് നല്ല അങ്ങനെ താളടിച്ച് പാടാൻ പറ്റിയ അങ്ങനത്തെ ഒരു കേൾക്കാനും ആസ്വദിക്കാൻ പറ്റിയൊരു പാട്ട്. ഡാൻസേഴ്സും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. അതിൻ്റെ ഇടയിൽ കുറേ ഡാൻസ് മൂമെന്റ്സ് ഒക്കെ ഞാൻ കണ്ടു. അപ്പൊ ഡയറക്ടറാണ്, ഡാൻസറാണ്, എൻ്റെ അമ്മ ഒരു ഓൾറൗണ്ടറാണ് അല്ലേ? ഓ മധുചേട്ടൻ പറഞ്ഞ മാതിരി ഏറ്റവും നല്ല പാട്ടാട്ടോ, സൂപ്പർ പാട്ടുകാരിയാണ്. താങ്ക് യു ചേച്ചി. അപ്പോൾ എന്തായാലും മോളുടെ ഇനിയിപ്പം വലുതാകുമ്പോൾ മോൾക്ക് എന്താണോ ഏറ്റവും ഇഷ്ടം എന്ന് ആവാൻ, എന്താണോ ഇഷ്ടം എന്ന് തോന്നുന്നത് അതായിക്കോളൂ കേട്ടോ. നമ്മൾ പറഞ്ഞു എന്നേ ഉള്ളൂ. മോളുടെ പാട്ട് അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ട് പറഞ്ഞ കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നന്നായിട്ട് പഠിച്ച് നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഇതേപോലെ തന്നെ പോട്ടെ ഗ്രാഫ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ഇന്ന് എൻ്റെ ബർത്ത്ഡേ. ഓ ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി Happy birthday. ബർത്ത്ഡേ. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. Happy birthday to you. ഹാപ്പി ബർത്ത്ഡേ Dear director, happy birthday to you. മോള് ഡയറക്ടർ ആകണമെങ്കിൽ ചെറിയ ഒരു ഹിന്റും കൂടെ പറഞ്ഞു തരിക. ഒരുപാട് പടങ്ങൾ കാണണം. മലയാള പടം മാത്രമല്ല, തമിഴുമല്ല, ഹിന്ദിയല്ല, ഹോളിവുഡ്, ഇംഗ്ലീഷിൽ തന്നെ പല രാജ്യങ്ങൾ, കൊറിയൻ, അതുപോലെ തന്നെ സ്പാനിഷ്, അങ്ങനെ ഒരുപാട് രാജ്യങ്ങളുണ്ട്. അവിടുത്തെ നല്ല നല്ല ക്ലാസിക്സ് എടുത്ത് കാണണം. അപ്പോൾ അത് കാണുമ്പോഴത്തേക്ക് ഒരു ഷോട്ടിൽ നിന്ന് അടുത്ത ഷോട്ടിലോട്ടുള്ള ട്രാൻസിഷൻ എങ്ങനെയാണ് അവർ ചെയ്യുന്നതെന്ന് പല പടങ്ങൾ കാണുമ്പോഴത്തേക്ക് നിങ്ങളൊക്കെ കുട്ടികളായതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ചെറിയ ഒരു ഷോർട്ട് ഫിലിം എടുക്കുക, ഒരു 15 മിനിറ്റ്. ഓക്കെ, അപ്പോൾ എന്തെന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി വെരി ക്യൂട്ട്. ഒരു സെൻസിബിൾ ആയിരിക്കും എടുക്കുന്നത്, ചുമ്മാ എന്തെങ്കിലും എടുക്കുന്നതല്ല. നല്ല കാര്യമാണ്, കാരണം പെണ്ണുങ്ങളാരും ഇവിടെ അധികം ഡയറക്ടേഴ്സ് ഇല്ല. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. സോ ഇന്ന് ഞങ്ങൾ തരുന്ന മാർക്ക് ഇറ്റ് ഈസ് 100 out of 100. താങ്ക് യു സർ.
ആടിയൊരു ജോയ് എണ്ണം പൂക്കുറ്റി. താങ്ക് യു സർ. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. ബർത്ത്ഡേ ആയിട്ട് ഗിഫ്റ്റ് കിട്ടിയില്ല എന്ന് പറയരുത്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ടാറ്റാ. കുട്ടി പാട്ടുകൂട്ടിലെ കുറുമ്പൻ കുട്ടൻ നമ്മുടെ ഇവാൻ കുട്ടൻ എത്തുന്നു. വെൽക്കം മീജ കുട്ടൻ ഓൺ സ്റ്റേജ്. ആരെങ്കിലും ഓടിച്ചാടി വരണേ. ആരാ ഇത്? ഞാൻ ഇവാൻകുട്ടൻ. ആണോ? അല്ല, ഇവാൻ. നീ ഇച്ചിരി കൂടെ സുന്ദരനായല്ലോടാ. അതെ, ഗ്ലാമറൊക്കെ ഒന്ന് കൂടി. അല്ലേ? ആ, ഓ MG uncle അതാണല്ലേ. പറഞ്ഞില്ലേ മറ്റേ നൂലുകെട്ടുണ്ടെന്ന്? അരഞ്ഞാണം അരഞ്ഞാണം, അരഞ്ഞാണം. പറഞ്ഞില്ലേ നിന്നെ? അല്ല, പറ്റിക്കണയാ. അയ്യോ അല്ലടാ. അരഞ്ഞാണം കൊണ്ടുവന്നിട്ടില്ലേ ശ്രീകുട്ടൻ ചേട്ടാ? ആ പറഞ്ഞ പോലെ ഞാൻ അവിടെ വെച്ചിരിക്കുക. ആ. ഇന്നല്ലേ ആ ഇന്ന് ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ആണോ? പക്ഷേ എന്നെക്കാട്ടി ഓർമ്മ അവനാ. ആ എന്നാ? ഇവാൻകുട്ടൻ ഇപ്പൊ എന്റെ റൂമിൽ വന്നു. എന്നിട്ട് ചോദിച്ചോ? ആ ഇല്ല, കള്ളം പറയണയാ. എന്റെ റൂമിൽ വന്നില്ലേ? ഞാൻ അവിടെ വന്നു. റൂമിൽ വന്ന് ആ പിന്നെന്താ, റൂമിൽ വന്നു. എന്നിട്ട് എന്റെ അടുത്ത് ഞാൻ ചോദിച്ചു, അപ്പൊ എങ്ങനെയാണ് ചടക്കൊക്കെ എങ്ങനെയാണ്? എന്റെ റൂമിൽ ഞാൻ എന്റെ റൂമിൽ വന്നോ? ഞങ്ങളുടെ റൂമിൽ നീ ചെന്നോ? MG uncle റൂമിൽ എവിടെയാ? ഇപ്പൊ അവിടെ വന്ന് ചെന്നെ എടോ, ഇപ്പം ദേ നീ റൂമിൽ വന്നല്ലേ ഇപ്പോഴ്. ഇപ്പം വന്നു. കള്ളം പറയല്ലേ? സിന്ധു മാഡം കണ്ടോണ്ട് നിൽക്കല്ലേ അവിടെ. കള്ളം പറയണേ, കള്ളം പറയണേ, എന്റെ റൂമിൽ വേണം. കള്ളം പറയണേ. ആ, അങ്കിളുടെ റൂമിൽ വന്നു. പക്ഷെ MG uncle റൂമിൽ ചെന്നിട്ടേ ഇല്ല. എടാ മക്കളെ, അപ്പൊ MG ഞങ്ങളുടെ കൊച്ചി ഇവിടെ വരുന്നതിന് മുന്നേ കണ്ടിട്ടേ ഇല്ല. കണ്ടിട്ടേ ഇല്ല. MG uncle കണ്ടില്ല? സിന്ധുപുരത്തിൽ കണ്ടു, പക്ഷെ MG uncle അല്ല രണ്ടുപേര് നിന്ന് കഴിഞ്ഞാൽ ഒരാളെ മാത്രം നീ എങ്ങനെ കാണുള്ളൂ? എന്റെ കണ്ണില് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന്. അതോ ഇനി പെണ്ണുങ്ങളെ മാത്രമാണോ കാണാൻ പറ്റുള്ളൂ? ആ അതായിരിക്കും. അതാണ് ജോക്കുട്ടാ. മീനുട്ടി ഉള്ള സത്യം പറയാണ്, ഇവൻ വന്ന് എന്നെ ഞാൻ നോക്കി. ആ അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, അയ്യോ അരഞ്ഞാണച്ചരട് ആ കിടക്കുന്നല്ലോ. ആ. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ നമുക്ക് തുടങ്ങാന്ന് പറഞ്ഞപ്പോ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. മൂത്രി ചേച്ചി വരാന്ന് പറഞ്ഞു. പറഞ്ഞോ നീ? ആ, പറഞ്ഞു. പറഞ്ഞു. ആ അപ്പൊ എന്നെ കണ്ട് അപ്പൊ റൂമിൽ ചെന്നോ? നീ അല്ലേടാ കുറച്ചു മുമ്പ് പറഞ്ഞ ചെന്നില്ലെന്ന്? എപ്പോ പറഞ്ഞു? ഇത് മറ്റേ താക്കോൽ എവിടെയാ? ഒപ്പത്തിലെ ഇതുപോലെ ആരാ ആദ്യം കണ്ട്? അത് ഞാൻ. അപ്പൊ നമുക്ക് അരഞ്ഞാണ് എടുക്കട്ടെ. ആ വേണ്ട. അല്ല പാട്ട് പാടി കഴിഞ്ഞിട്ട് അതെ അതെ. വേണ്ട, വേണ്ട, വേണ്ട. ചിലപ്പോ ആദ്യം അരഞ്ഞാണം കിട്ടിക്കഴിഞ്ഞാൽ ഒരു നാണം കൊണ്ട് ഇപ്പൊ പാടാൻ പറ്റില്ല. അല്ല എന്റെ അരഞ്ഞാണ് കൂടെ കൂടെ കടിക്കും. പഠിക്കൂ. ആ ഓ പാമ്പായിരുന്നോ? പാമ്പല്ല, അതെന്ത് അത് സാധനം? ഒരു ടൈപ്പ് ഓഫ് മാഗ്നറ്റിക് അട്രാക്ഷൻ ഉള്ള ഒരു സംഭവം. ആ MG uncle ആ വേണ്ട, മോന് നല്ല രസമായിരിക്കും കൂടെ. വേണ്ട, വേണ്ട, അല്ല വേണ്ട. ഞാൻ നടന്നു പോകുമ്പോ ഉണ്ടല്ലോ, കടിച്ചാലും കുഴപ്പമില്ല. ഇക്കിളി കൂട്ടുന്ന സാധനമല്ലല്ലോ. ഇക്കിളിയാ ഞാൻ ഉദ്ദേശിച്ചതാണ്. ഇക്കിളി ഒരു മരപ്പ്. അയ്യോ, മരപ്പല്ലല്ലോ, ഇക്കിളി അല്ല. ഇക്കിളി വന്നിട്ടാ ഒരു മരപ്പ്. പിന്നെ അവിടെ ഒരു മരപ്പായിരിക്കും. വേണ്ട, ഒന്നും വേണ്ട. MG uncle ഇവിടെ നിന്ന് പോയി തന്നാ മതി. അയ്യോ, ഒരു സഹായം വേണ്ടേ? ഒരു സഹായം വേണ്ട, ഒരു സഹായം വേണ്ട. സഹായങ്ങളൊക്കെ എനിക്ക് ദൈവം തന്ന ശിക്ഷയാ. അയ്യോ, അയ്യോ സഹായങ്ങളൊക്കെ ദൈവം തന്ന ശിക്ഷയാണ് എന്റെ നിനക്ക്. ദൈവം. ഏത് പള്ളിയിലെ അച്ഛനാടാ നീ? ഒരു MG uncle തന്നെ ഒരു ശിക്ഷയാ. ഞാൻ തന്നത്. നീ ഇത് പറ MG uncle അപ്പൊ എന്നാ നിനക്ക് ഇനി വേണ്ട എന്നാ വിറ്റാലോ? എന്താ MG uncle ആടാണ്. അതല്ലടാ ഞങ്ങളുടെ വീട്ടിലൊരു ആടുണ്ട്. ആ ആടിനെ വിറ്റതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. അപ്പൊ നിനക്ക് MG uncle വിറ്റാ വിഷമം വിഷം വരുമോ വരും, വിഷം വരും. ആടിനെ വിറ്റാൽ എനിക്ക് വിഷമം വരും. MG uncle വിറ്റാൽ എനിക്കൊരു പുല്ല് പോലും. എടാ നീയാടാ ഇവാൻ കുട്ടി. കാരണം നീ വളർന്നു വരുമ്പോഴത്തേക്ക് സൂപ്പർ ആയിരിക്കും. അതെ അതെ അതെ. നീ ആരെങ്കിലും ഒക്കെ പിടിച്ച് വീക്കും. വിളഞ്ഞ വിത്തായിട്ട് വരും. വിളഞ്ഞ വിത്തല്ല. പിന്നെ? ഞങ്ങളുടെ വീട്ടിലൊക്കെ ഈ മീനാക്ഷി ചേച്ചിന്റെ ഈ കയ്യിന്റെ കളറാ. എന്ത് എന്തിന്? വിളഞ്ഞ എന്തിന്? വിത്തിനോ? അല്ല, സാധാ വിത്തിന്. എന്ത് വിത്താ? വാഴയുടെയോ? ശ്ശെ, മധുവങ്ങള് തന്നെ നോക്കിട്ടാ. എന്റെ വീട്ടിലെ കൃഷിയൊക്കെ ഉണ്ട്. എന്റെ വീട്ടിലെ വിത്താ വാഴയോ? ഉണ്ടല്ലേ. എന്റെ വീട്ടിലെ കൃഷിയൊക്കെ ഉണ്ട്. ആണോ? എന്തൊക്കെ കൃഷിയുണ്ട്? പറ എന്നത്തെ? ജാങ്കോ, നീ അറിഞ്ഞോ ഞാൻ പെട്ടു. ചുമ്മാ മീനുട്ടി എടാ, ഇത് തട്ടി വിടറാ അങ്ങോട്ട്. ഒന്നുമില്ല. റബ്ബറാണോ? അല്ല, റബ്ബർ തോട്ടമൊന്നുമല്ല. ആ പിന്നെ കപ്പയാ? മഞ്ഞൾ, ഇഞ്ചി, മഞ്ചയോ? മഞ്ഞള്. ആ, മഞ്ഞ. മീനുട്ടി ആ വീടിന്റെ ഫ്രണ്ടിൽ 2-3 മുളക് കാണും, അത്രേ ഉള്ളൂ. ഞങ്ങളുടെ വീട്ടിൽ അവിടെ മാങ്ങ. കാണുന്ന എല്ലാം നീ നട്ടുപിടിപ്പിച്ചതാണോ? ഞാൻ ഒന്ന് മാത്രം ക്യാരറ്റ് മാത്രം നട്ടിട്ടുണ്ട്. ക്യാരറ്റ് നട്ടിട്ടുണ്ട്. ആ. എന്റെ ക്യാരറ്റ് ഉണ്ടാവാറുണ്ടോ? എവിടെ?
അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാം. ക്യാരറ്റ് ഉണ്ട്. ഉണ്ട്. എവിടെ കടയില് തൊട്ട് ഓപ്പോസിറ്റ് കടയിലുണ്ട്. ഓപ്പോസിറ്റ് അല്ല, ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെ ഞാൻ ക്യാരറ്റ്, എന്റെ അപ്പായും കൂടി ക്യാരറ്റ് ഇട്ടുണ്ട്. എടാ ഇജോക്കുട്ട MG എന്നാണ് നോക്കുന്നത്? ഇല്ല ചടങ്ങ് നടക്കണം. അരഞ്ഞാണം റൂമിലല്ലേ കിട്ടിപ്പോയി. അയ്യോ ഓടരുത്. ചേച്ചിയുടെ കൂടെ നിക്ക്. നിക്കടാ. നീയല്ലേ പറഞ്ഞു നിനക്ക് അരഞ്ഞാണം കെട്ടണം എന്നൊക്കെ. വേണ്ട. അപ്പൊ ഏത് പാട്ട് പാടിക്കൊണ്ട് കെട്ടണം നമ്മള്? ഇജോക്കുട്ടൻ ഒരു പാട്ട് പറ. പാട്ട് പറയട്ടെ? ആ. എന്ത് വിധീത് വല്ലാത്ത ചതീത്. എത്ര നേരം നീ പാടും? എത്ര അറിയുള്ളൂ. ഇതാണ് ഇടുന്നെ. അപ്പം മീനുട്ടി എന്തോ ചടങ്ങ് തുടങ്ങാം. അതെന്നെ നീയല്ലേ പറഞ്ഞേ? നീ വലിയ വാചകം അടിച്ചല്ലോ, നീട്ടി വാചകം അടിച്ചല്ലോ. പുല്ലാണ് ഞാന്. പ്രാർത്ഥിച്ചോണ്ട് നിക്കണേ കെട്ടുമ്പോ. സ്വർണ്ണം എറിഞ്ഞാണ് ഇത്, വലിയ ഗിഫ്റ്റാ കേട്ടോ. വേറെ ആർക്കും കിട്ടിയിട്ടില്ല ഇത്. ഇവാൻകുട്ടൻ ഓടി പോവാതിരിക്കാൻ വേണ്ടി ആ വിളിക്കാ പറഞ്ഞേ. ആ മീനാക്ഷി പൊക്കിക്കോ. ഇവിടെ നിന്നു. ഒന്ന് കാണാൻ തരുവോ? നോക്കിക്കോട്ടെ. അയ്യോ സൂപ്പറാട്ടോ. ആ സ്വർണ്ണാണ് സ്വർണം. അതെ എടാ ഇവൻ കുട്ട സ്വർണത്തിലേക്ക് ബന്ധമില്ല. ഇജോക്കുട്ടാ. കൊണ്ടുപോയിക്കോ. അമ്മയ്ക്ക് സന്തോഷാവും. സന്തോഷവും. വേണ്ട. അയ്യോ അതെ ജോക്കുട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധൈര്യത്തിന്റെ അധിപനാണ്. ജോക്കുട്ടൻ എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയോ? ഞങ്ങളിത് ടെസ്റ്റ് ചെയ്ത് നോക്കിയതല്ലേ. കണ്ട വേറെ എല്ലാ കുട്ടികളും ഓടിപ്പോയി. ഈ ജോക്കുട്ടൻ മാത്രാണ് നിന്നത് സ്റ്റേജിൽ. ജോക്കുട്ടൻ കീ ജയ്. ജീവിതകാലം മുഴുവൻ അരഞ്ഞാണത്തോട് ദേഷ്യായിരിക്കും. അരഞ്ഞാണത്തിനോട് മാത്രമല്ല പിന്നെ? ഞങ്ങളോട്. എന്റെ ദൈവം. MG കൂട്ടില്ലേ വെച്ച്? പക്ഷെ MG എന്നാ ഇഷ്ടമാണെന്നറിയാവോ കൊച്ചിന്? ഞാൻ വേണമെങ്കിൽ എന്റെ കൈ കിടക്കുന്ന എല്ലാം ഊരി തരും. വേണ്ട. എന്നാ ഇത് താരക്ക് കൊടുത്താലോ? ആർക്കും കൊടുക്കണ്ട, എടുത്ത് എറിയും. ഓട്ടെ ജോക്കുട്ടാ. അത് പാവത്തിനോട് മിണ്ടിയ കല്ലേ ചിലപ്പോ MG ഒറ്റ കരച്ചിലും കരയും. ദേ എംജികള് കരയാൻ എനിക്ക് ഇഷ്ടമാണ്. അല്ല അവന് ഇഷ്ടമാണ്, ഞാൻ കരയുന്ന ഇഷ്ടമാണ്. ആണോ? കാരണം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് എത്ര രാത്രിയിലാ കരഞ്ഞിരിക്കുന്നത്. എടാ പോട്ടറാ, നീ ക്ഷമിച്ചോടി. ഇനി ഒരിക്കലും ഇങ്ങനെ പെരുമാറരുത് കേട്ടോ. പിണക്കം മാറാൻ എന്നാ ചെയ്യണ്ടേ? ഒന്നും ചെയ്യണ്ട. അല്ല ഏത് പാട്ടാ പാടാൻ പോണേ? പുതുമഴയെ പുഴിയ. അത് അത് ആരുടെ ശ്രീകുട്ടനുകളുടെ പാട്ടാ? ആരാ? ആരുടെ പാട്ടാ? ആരാ? എടാ ഒന്ന് പറയടാ, അത് ആരാടാ പാടിയേ? അത് നമ്മൾ ചോദിക്കത്തില്ലേ ഏത് സിനിമയാ? സിനിമയോ? മുദ്ര. മുദ്ര ആരാ എഴുതിയത്? കൈതപ്പുര. കൈതപ്പുര. കൈതപ്പുറം. ആ കൈതപ്പുരം. മ്യൂസിക് ആരാ? മോഹൻ സിത്താര ആന്റി. ആന്റി. മോഹൻ സിത്താര ആന്റി. അതാരാടാ അത്? സിത്താരാന്ന് പേരുള്ളവർക്ക് എല്ലാവർക്കും ആന്റി അല്ലേ, പെണ്ണുങ്ങളല്ലേ? അപ്പൊ പിന്നെ മോഹനോ? ആ മോഹൻ സിത്താര അങ്കിൾ. അപ്പൊ പിന്നെ പാടിയതോ? ആരാടാ? യേശുദാസ്. മതിച്ചേട്ടല്ലേ? അവിടം വരെ വന്ന ആരാ ഈ ജോക്കുട്ടാ? ഒന്ന് പറ. അതെ പറഞ്ഞേട്ടോ. MG മക്കളെ ഐ ലവ് യു പാടിക്കും. പാടിക്കോ കേട്ടോ. ഇത് MG തിരിച്ചു കൊടുക്കട്ടെ? വേണ്ട അവന് കൊടുത്തേര്. വേണ്ട വേണ്ട വേണ്ട, കൊച്ചിന് അത് ഇഷ്ടമല്ല. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് ഇവാൻകുട്ട. താങ്ക് യു. ദേ മോങ്ങുന്നു. ഇനി എന്ത് ചെയ്ത്? ഇപ്പൊ സമാധാനമായി. ഇപ്പൊ ഇഷ്ടായില്ലേ? ഇപ്പൊ സന്തോഷായില്ലേ? അങ്കിൾ ഇഷ്ടായില്ലേ? ഇല്ല.
അടിപൊളി. സൂപ്പർ. താങ്ക് യു സൂപ്പർ. താങ്ക് യു. ഇവാൻ കുട്ടാ എന്തോ കിട്ടു താങ്ക് യു അസലായിട്ട് പാടി മോനെ. താങ്ക് യു. കാരണം ഇതിനകത്ത് ഈ പാട്ട് ഈ കേൾക്കുന്ന ഒരു സുഖം വേറെ, പക്ഷെ പാടുമ്പം അതിന് നൊട്ടേഷൻസ് ഉണ്ടല്ലോ. ഇത് മോന്റെ പ്രായത്തിലേക്ക് ഇത് പാടുകയെന്ന് വെച്ചാൽ ഇതൊരു അതിശയമായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു വലിയൊരു എന്താണ് ദൈവത്തിന്റെ ഒരു അനുഗ്രഹം ഇത്. മോൻ വല്ല പുഷ്പം പോലെ പാടും. ഉമ്മ നിനക്ക് ഇഷ്ടമാണേലും അല്ലെങ്കിൽ എനിക്ക് ഞങ്ങളെ ഇഷ്ടമാണ്. ഇഷ്ടമായത് പക്ഷെ ഇപ്പഴേ ഇഷ്ടം വന്നേ. എടാ. താങ്ക് യു. ഇവാൻ കുട്ടാ എന്തോ കാലയ്ക്ക് ഉഗ്രനായിട്ട് പാടി. താങ്ക് യു വളരെ നന്നായിരുന്നു കേട്ടോ. താങ്ക് യു. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. ഇന്ന് എനിക്കൊരു കാര്യം പറയണ്ടെന്നറിയോ? ഇന്ന് ഞാൻ ഇങ്ങനെ എന്തായാലും ഞാൻ പറയാൻ വന്നേ മറന്നുപോയി. യാസീന്റെ വല്ലാണോ? അല്ല, ഞാന് ഇന്ന് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോ ശ്രീജു ചേട്ടന്റെ കൂടെ കളിക്കാൻ പോയി. കളിക്കാന്ന് വെച്ചാല് റീൽസ് റീൽസ്. ഓക്കെ. റീൽസ് കാണാൻ പോയപ്പോ എനിക്ക് കസാരയില്ല. ശ്രീജു ചേട്ടന്റെ കസാരയാണെങ്കിൽ കുഞ്ഞിതാ, ഇത്രയൊന്നും അല്ല, കുറച്ചും കൂടി ഹെൽപ്പുണ്ട്, വീതിയുണ്ട്. എനിക്ക് അവിടെ എല്ലാവരും മേക്കപ്പ് ചെയ്തോണ്ടിരിക്കുക. ഒരു കസാര മാത്രം അതിലെന്തോ ബാഗ്. ആ ബാഗിൽ ഞാൻ ഇങ്ങനെ എടുത്തപ്പോ അതിലുള്ള മേക്കപ്പ് സാധനങ്ങൾ പോയി. അത് നമ്മുടെ ഈ മുരളി ചേച്ചിന്റെ അമ്മേന്റെ ആയിരുന്നു. അതിലെന്തോ പൊട്ടിയായിരുന്നു. അതെന്താന്ന് ഞാൻ കണ്ടില്ല. അപ്പൊ നമ്മുടെ രജനി ചേച്ചി എന്റെ അമ്മ എന്നോട് പറഞ്ഞു, ഖത്തറിലെ പോലീസിന് ഇപ്പൊ വരും. അപ്പത്തേക്ക് ഞാൻ പേടിച്ചിട്ട് ഞാൻ എങ്ങനെയൊക്കെ പിടിച്ചു വെച്ച് കുറച്ച് വെള്ളമൊക്കെ കണ്ണി കൂടി ഒഴുകി. എക്സ്പ്രഷൻ വരാണ്ട് എല്ലാരും എന്താ ഇവാൻ കുട്ടൻ കുറച്ച് വെള്ളമൊക്കെ ഇതിൽ കൂടെ ഒഴുകി. എല്ലാരും എന്താ അല്ലേ ഇവാൻ കുട്ടൻ ഇങ്ങനെ അപ്പൊ എല്ലാവരും എന്നെ കളിയാക്കി. എന്തിനാ? ഇവാൻകുട്ടൻ ആദ്യമായിട്ട് കല്യാണം ആണെന്ന് പറഞ്ഞോണ്ട്. ഇപ്പോഴും ജസ്റ്റ് കണ്ണുനീര് അതെ വന്നതേ ഉള്ളൂ. മീനുട്ടി കരഞ്ഞില്ല, അല്ലേ? മീനുട്ടി ഞങ്ങൾക്ക് രണ്ടുപേർക്കും സെയിം ആയിട്ടൊരു സാധനം ഉണ്ട്. ഇതുണ്ട്, ഇത് കണ്ടോ? മീശ. അവനുണ്ട്. ശരിയാ. ആ മീശ ഇത് കണ്ടോ? ഉണ്ട് ഉണ്ട് ആ ശരിയാണല്ലോ. ഉണ്ട്. ഇപ്പൊ മധുങ്ങളെ വിഷയം അവിടെ പോയി. മധുവിള കളഞ്ഞു മീശ. ഒന്ന് ജസ്റ്റ് മാറ്റി വെച്ചിരിക്കാ. വരും. മധുവങ്കളുടെ മീശ കാണണോ മോനെ? തൃപ്പൂണിത്തറ വഴി പോയി കഴിഞ്ഞാൽ വീടിന്റെ നടയില് മീശ വെച്ച് പായില്ലേ ഉണക്കാൻ വെച്ചിരിക്കുക. ഈ അടക്കയൊക്കെ വെച്ചിരിക്കുന്നതില് 5-6 വേണോ? മീശ വേണോ? വേണ്ട. വേണ്ട വേണ്ട കുഴപ്പമില്ല. അപ്പൊ മീശ ഇല്ലാത്ത ഒരാളുണ്ട് അപ്പുറത്ത്. മീനൂട്ടിക്ക് മീശയില്ല, ആന്റിക്ക് മീശയില്ല. ചെലപ്പോ വരുമായിരിക്കും. വലുതാകുമ്പോ വരെയായിരിക്കും ചേച്ചി. ആ ശരിയാ, നമ്മളൊക്കെ ചെറുതല്ലേ, അതാണ്. ഓ, നിങ്ങളോട് കുറച്ച് വലുതായതാ. മീനോട്ടി ചേച്ചിക്ക് ഞാൻ ഓരോരുത്തരുടെ വയസ്സ് അറിയാം. മീനോട്ടി ചേച്ചിക്ക് 50, എനിക്ക് 60. മോൻ എങ്ങനെ കണ്ടുപിടിച്ചത്? 70. അവിടെയോ? അവിടെയോ? എനിക്ക് ഏറ്റവും മേളി പോകും. അവിടെ 80. കറക്റ്റ് റേഞ്ചിനാ പോകുന്നത്. അതെ. ജോക്കുട്ടന് എത്ര വയസ്സായി? 90. നാച്ചുറലി ഇങ്ങനല്ലേ വരത്തുള്ളൂ. ഇങ്ങനല്ലേ വരത്തുള്ളൂ. എനിക്ക് 6 വയസ്സായിട്ടേ ഉള്ളൂ. കൊച്ചിന് 6 വയസ്സേ ഉള്ളല്ലേ? എനിക്ക് വേറെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. നീ പറ. അതിന്റെ ബാക്കിയുണ്ട്, വേറെ ഒന്നും കൂടി ഉണ്ട്. പറ. പിന്നെ ആന്റി എന്നെ ഒന്ന് എടുത്തുകൂടി വരുമ്പോ ഒന്ന് ഞോണ്ടിയിട്ട് പോകും. ജോക്കുട്ടനെ മേക്കപ്പ് ബോക്സ് പൊട്ടിച്ചല്ല, അതുകൊണ്ടൊന്ന് ഞോണ്ടിട്ട് പോകും. ഒന്ന് ഞോണ്ടിയിട്ട് പോകും. അപ്പൊ ഞാൻ മൈൻഡ് ആക്കാറില്ല. ഇതാ ഇങ്ങനെ അടിക്കണം. ഇങ്ങനെ അടിക്കൊണ്ട് ഞാനങ്ങ് പോവും. അപ്പൊ നന്നായി. അതേതായാലും അത്രന്ന് പോലീസ് വരാത്ത അതുകൊണ്ടായിരിക്കും അല്ലേ ചിലപ്പോ. നീ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, തീർന്നു. ഒന്നുമില്ല ഇനി. കഴിഞ്ഞോ? ചാക്ക് മുഴുവൻ empty ആയി. എന്ത് തീർന്നു? പറഞ്ഞു കഥ തീർന്നു. തീർന്നു. പറഞ്ഞു തീർന്നു. ആ സ്റ്റോക്കൊക്കെ തീർന്നു. ചക്കരക്കുട്ടി എന്തോ ഇന്ന് സൂപ്പർ ആയിട്ട് പാടിയുണ്ട്. താങ്ക് യു. ഇവാൻ കുട്ടൻ എന്താ അല്ലെ? ഇവാൻ കുട്ടൻ പുലിയല്ലേ? പുലിയല്ല. പണ്ടൊരു എന്റെ ചാച്ചൻ പെങ്ങൾ ഉണ്ട്. പുതിയ കഥ വന്നു. ഒരു കഥയും കൂടി. ശരി ശരി. പണ്ടൊരു എന്റെ ചാച്ചൻ പെങ്ങളോട് ഒരു ഡയലോഗ് പറഞ്ഞു കൊടുത്ത എന്താ അറിയോ? പുലിമുരുകല്ലേ. അത് എനിക്ക് ഒന്നും കൂടി ഇട്ടോ എത്ര വേണേലും പറഞ്ഞൂടെ? പറഞ്ഞു. പുലിമുരുകൻ ഒരു ഡയലോഗ് പഠിച്ചു. ഞാൻ പറഞ്ഞറിയാമോ? അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒന്നും കൂടി ഉണ്ട്. അല്ല, ഞാൻ കേട്ടു. പറ. അവൾക്ക് അറിയില്ലായിരുന്നു, അവൾക്കൊരു ഡയലോഗും ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ആ ടൈലൊരു ഡ്രൈവർ, പുലിമുരുകനിലെ ഡ്രൈവർ. ആ കഥ എഴുതിയിരിക്കുന്നേ നീയാണത്? ആളായിട്ട് ഞാൻ അഭിനയിച്ചു. അതിൽ ഞാൻ വണ്ടി ഓടിച്ചിട്ടിരിക്കുമ്പോ കാട്ടാന ശബ്ദം കേൾക്കും. അങ്ങനെ ആ ഡയലോഗ് ഞാൻ പറഞ്ഞു. ഇത് കഴിഞ്ഞാൽ പിന്നെ പുലിയോ വരയും പുലി അതിന് മുൻപിലെത്തിയ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അവള് അതെന്താ കൊല്ലുമെന്ന് ഉറപ്പില്ലേ, പിന്നെ എന്താ പേടിക്കണേന്ന്. അപ്പയാട്ടോ അവള് സിനിമയെ കേട്ടൊരു ഡയലോഗ് പറഞ്ഞ്, ദേ താനൊന്നും മിണ്ടായിരുന്നു വണ്ടി ഓടിച്ചെന്ന്. അപ്പൊ ഞാൻ ഞെട്ടിപ്പോയി. എന്താ പണ്ടായേ?
ഓക്കെ അല്ലേ? ഓക്കെ. ആ ആരും ഓക്കെ അവനോ? അവൻ ഓക്കെയാ. നമുക്കാണ് കുഴപ്പം. അതെ. നമ്മളാ ഓക്കെ അല്ലാതിരിക്കുന്നു. നിങ്ങൾ വീണോ? ഇല്ലില്ല ഞങ്ങള് ഏതാണ്ട് അതുപോലെയാണ്. ഇല്ല ഒന്നും പറ്റിയില്ല. അപ്പൊ ഒരു ഇജോ കുട്ടൻ പൂക്കുറ്റി വേണോ അതോ താര പൂക്കുറ്റി വേണോ അതോ ഓ താഴേനെ പോക്കിട്ട് ഒന്നും വേണ്ട. ലച്ചുകുട്ടി പൂക്കുറ്റി? പ്രാസം വെച്ച് നോക്കുമ്പോ ലച്ചുകുട്ടി പൂക്കുറ്റി, നല്ലതാ. ലച്ചുകുട്ടി പൂക്കുറ്റി വേണോ അതോ താരക്കുട്ടി പൂക്കുറ്റി? എനിക്ക് ലച്ചൂട്ടിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം. ആടി ഒരു ലിറ്റിൽ ഏഞ്ചൽസ് ലച്ചുകുട്ടി പൂക്കുറ്റി. താങ്ക് യു ഇവിടെ രാജാ, രാജാ. അതിമനോഹരമായ ഒരു പിടി നല്ല ഗാനങ്ങളുമായിട്ട് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. അടുത്ത ദിവസം നമ്മൾ വീണ്ടും കാണും വരെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ടാറ്റാ ബൈ, സീ യു.